എളുപ്പ വഴികൾ ഉണ്ടെങ്കിൽ കഷ്ടപ്പെടുന്നത് എന്തിനാ? ഫയൽ എക്സ്പ്ലോറർ വഴി ആൻഡ്രോയിഡ് ഫോൺ ഈസിയായി കണക്ട് ചെയ്യാം. വിൻഡോസ് 11 ടാബ്ലറ്റ് 11 ഫയൽ എക്സ്പ്ലോററിനായി മൈക്രോസോഫ്റ്റ് ഒരു പുതിയ ഫീച്ചർ അവതരിപ്പിച്ചു. ഇപ്പോൾ അതിന്റെ ഇൻസൈഡർ ചാനലുകളിലൂടെ ഈ പുതിയ ഫീച്ചർ ലഭ്യമാണ്. അത് ഉപയോക്താക്കളെ അവരുടെ ആൻഡ്രോയിഡ് സ്മാർട്ട്ഫോണുകൾ വയർലെസ് ആയി കണക്ട് ചെയ്യാനും ഫയൽ എക്സ്പ്ലോററിൽ നേരിട്ട് കാണാനും അനുവദിക്കുന്നു. വിൻഡോസ് പിസികളും ആൻഡ്രോയിഡ് ഉപകരണങ്ങളും തമ്മിലുള്ള സംയോജനം വർദ്ധിപ്പിച്ചുകൊണ്ട് നിലവിലുള്ള ലിങ്ക് ടു വിൻഡോസ് ആപ്പിൽ ഈ വികസനം ലഭ്യമാകാം. വിൻഡോസ് 11 ഫയൽ എക്സ്പ്ലോറർ അപ്ഡേറ്റ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആൻഡ്രോയിഡ് സ്മാർട്ട്ഫോണുകളുള്ള ഉപയോക്താക്കൾക്ക് ആണ് ഉപകാരപ്പെടുന്നത്. ആൻഡ്രോയിഡ് സ്മാർട്ട്ഫോൺ ഉപയോക്താക്കൾക്ക് അവരുടെ പിസിയുടെ ഫയൽ എക്സ്പ്ലോററിൽ നിന്ന് നേരിട്ട് ഫയലുകൾ ബ്രൗസ് ചെയ്യാനും തുറക്കാനും പേര് മാറ്റാനും ഇല്ലാതാക്കാനും അനുവദിക്കുന്നു. പിസിക്കും സ്മാർട്ട്ഫോണിനും ഇടയിൽ ഫയലുകൾ കൈമാറുന്നതിനെയും ഈ ഫീച്ചർ പിന്തുണയ്ക്കുന്നു. എന്നിരുന്നാലും വിൻഡോസ് ഇൻസൈഡർ പ്രോഗ്രാമിൽ എൻറോൾ ചെയ്തിട്ടുള്ളവർക്ക് മാത്രമേ ഇത് നിലവിൽ ആക്സസ് ചെയ്യാനാകൂ. ഉപയോഗിക്കുന്നതിന് ഉപയോക്താക്കൾ നിരവധി വ്യവസ്ഥകൾ പാലിക്കേണ്ടതുണ്ട്. ആൻഡ്രോയിഡ് വേർഷനിൽ ഈ ഫീച്ചർ ഉപയോഗിക്കുന്നതിന് നിങ്ങളുടെ സ്മാർട്ട്ഫോൺ ആൻഡ്രോയിഡ് 11.0 അല്ലെങ്കിൽ അതിലും ഉയർന്ന പതിപ്പിൽ പ്രവർത്തിക്കണം. വിൻഡോസ് ആപ്പിലേക്കുള്ള ലിങ്ക് നിങ്ങളുടെ ഫോണിൽ പ്രത്യേകിച്ച് 1.24071 അല്ലെങ്കിൽ അതിനുശേഷമുള്ള പതിപ്പിൽ ലിങ്ക് ടു വിൻഡോസ് ആപ്പിന്റെ ബീറ്റ പതിപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. വിൻഡോസ് ഇൻസൈഡർ പ്രോഗ്രാം നിങ്ങളുടെ പിസി വിൻഡോസ് ഇൻസൈഡർ പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യുകയും വിൻഡോസ് 11 പ്രവർത്തിപ്പിക്കുകയും വേണം. ഇൻസൈഡർ ചാനൽ നിങ്ങൾ 4 വിൻഡോസ് 11 ഇൻസൈഡർ ചാനലുകളിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. ഫീച്ചർ എങ്ങനെ സജ്ജീകരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യാം? നിങ്ങളുടെ ആൻഡ്രോയിഡ് സ്മാർട്ട്ഫോൺ വിൻഡോസ് 11 പിസിയിലേക്ക് കണക്ട് ചെയ്യാൻ ഈ ഘട്ടങ്ങൾ പാലിക്കുക. നിങ്ങളുടെ ഉപകരണം കണക്ട് ചെയ്യുക. നിങ്ങളുടെ പിസിയും ആൻഡ്രോയിഡ് സ്മാർട്ട്ഫോണും ഒരേ വൈഫൈ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. നിങ്ങളുടെ പിസിയിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് ബ്ലൂടൂത്ത് ഡിവൈസ് ടാബിലേക്ക് നാവിഗേറ്റ് ചെയ്യുക. ശേഷം മൊബൈൽ ഡിവൈസ് തിരഞ്ഞെടുക്കുക. മൊബൈൽ ഡിവൈസ് തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ആൻഡ്രോയിഡ് സ്മാർട്ട്ഫോൺ ആക്സസ് ചെയ്യാൻ നിങ്ങളുടെ പിസിക്ക് അനുമതി നൽകുക. ഫീച്ചർ എങ്ങനെ സജ്ജീകരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യാം? നിങ്ങളുടെ ആൻഡ്രോയിഡ് സ്മാർട്ട്ഫോൺ വിൻഡോസ് 11 പിസിയിലേക്ക് കണക്ട് ചെയ്യാൻ ഈ ഘട്ടങ്ങൾ പാലിക്കുക. നിങ്ങളുടെ ഉപകരണം കണക്ട് ചെയ്യുക. നിങ്ങളുടെ പിസിയും ആൻഡ്രോയിഡ് സ്മാർട്ട്ഫോണും ഒരേ വൈഫൈ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. നിങ്ങളുടെ പിസിയിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് ബ്ലൂടൂത്ത് ഡിവൈസ് ടാബിലേക്ക് നാവിഗേറ്റ് ചെയ്യുക. ശേഷം മൊബൈൽ ഡിവൈസ് തിരഞ്ഞെടുക്കുക. മൊബൈൽ ഡിവൈസ് തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ആൻഡ്രോയിഡ് സ്മാർട്ട്ഫോൺ ആക്സസ് ചെയ്യാൻ നിങ്ങളുടെ പിസിക്ക് അനുമതി നൽകുക. വിസിബിലിറ്റി എനേബിൾ ആക്കുക. ഫയൽ എക്സ്പ്ലോററിൽ നിങ്ങളുടെ സ്മാർട്ട്ഫോണിന്റെ വിസിബിലിറ്റി പ്രവർത്തനക്ഷമം ആക്കാൻ ഒരു ടോഗിൾ ഓപ്ഷൻ ഉണ്ടാകും. നിങ്ങളുടെ ഫോണിന്റെ ഫയലുകൾ ആക്സസ് ചെയ്യാൻ ഈ ടോഗിൾ ഓപ്ഷൻ ഓൺ ആക്കുക. ഇതാണ് കണക്ട് ചെയ്യേണ്ട വിധം അല്ലെങ്കിൽ ഘട്ടങ്ങൾ. ട്രബിൾ ഷൂട്ടിംഗും മറ്റ് പ്രശ്നങ്ങളും ഉപയോക്തൃ അനുഭവം മെച്ചപ്പെടുത്തുന്നതിന് ആണ് ഈ ഫീച്ചർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എങ്കിലും ഇത് ഇപ്പോഴും പരിശോധന ഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ചില ഉപയോക്താക്കൾക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. അത്തരത്തിൽ വരാൻ സാധ്യത ഉള്ള പ്രശ്നങ്ങൾ എന്തൊക്കെ എന്ന് നോക്കാം. ഇടയിൽ ഫയലുകൾ ശരിയായി സിങ്ക് ആവാൻ തടസ്സം ഉണ്ടായേക്കാം. ഓട്ടോമാറ്റിക് ഡീലീഷൻ പ്രോബ്ലം ആണ് മറ്റൊരു പ്രധാന പ്രശ്നം. ഓട്ടോമാറ്റിക് ഫയൽ ഡീലീഷൻ സവിശേഷത പ്രതീക്ഷിച്ചതുപോലെ പ്രവർത്തിച്ചേക്കില്ല. ഫയൽ എക്സ്പ്ലോററിൽ സ്മാർട്ട്ഫോൺ വിസിബിലിറ്റി പ്രവർത്തനക്ഷമമാക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾ കാണുന്നില്ലെങ്കിൽ ഈ ഫീച്ചർ ഇതുവരെ നിങ്ങളുടെ ഉപകരണത്തിൽ എത്തിയിട്ടില്ലായിരിക്കാം. ഈ ലേഖനം നിങ്ങൾക്ക് ഉപകാരപ്രദം എന്ന് തോന്നുന്നുണ്ടോ? ഇത്തരത്തിൽ ഉപകാരപ്രദമായ നിരവധി ലേഖനങ്ങൾ അക്ഷര മലയാളത്തിൽ ഉണ്ട്. കൂടുതൽ ടെക് ന്യൂസുകൾ, ടെക് ടിപ്സുകൾ, റിവ്യൂകൾ, ലോഞ്ചുകൾ എന്നിവയ്ക്ക് അക്ഷര മലയാളം ഫോളോ ചെയ്യൂ. ലേഖനങ്ങളിൽ പറയുന്നവ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന ഉറപ്പാണ്.